السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله. الصلاة والسلام عليك يا رسول الله يا حبيب الله يا رحمة للعالمين. വളരെ ആദരണീയരും ബഹുമാന്യരും നമ്മുടെ അനുഗ്രഹീത ആത്മീയ സംഗമത്തിൻ്റെ ഔപചാരികമായ കർമ്മം ചെയ്യാൻ വളരെ തിരക്കിനിടയിലും ഇവിടെ എത്തുകയും നമ്മുടെ പരിപാടി ഇൻഷാ അല്ലാഹ് അല്പസമയം കഴിഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യാൻ ഇരിക്കുന്ന അഭിനന്ദനായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഈ മഹത്തായ സംഗമത്തിൻ്റെ അഭിനന്ദനായ അധ്യക്ഷൻ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ, ബഹുമാന്യരായ സയ്യിദ് മുബശ്ശിർ തങ്ങൾ, ഒരുപാട് സഫ്വാൻ തങ്ങൾ ഉൾപ്പെടെയുള്ള ധാരാളം നമ്മുടെ ഈ സ്റ്റേജിൽ സന്നിധരായ സാദാത്യങ്ങളെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറംഗങ്ങളായ ബഹുമാനപ്പെട്ട ഉസ്താദ് വളവണ്ണ അബൂബക്കർ ദാരിമി, ബഹുമാന്യനായ ഇസ്മാൻ ഫൈദി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ, വളരെ ആദരണീയരായ നമ്മുടെ ഈ മടവൂർ CM വലിയുള്ളാഹി മഖാമിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളായ സ്വാഗത പ്രഭാഷണം നിർവഹിച്ച ബഹുമാനപ്പെട്ട മാഷ് ഉൾപ്പെടെയുള്ള അഭിനന്ദരായ ഭാരവാഹികൾ, ഉമറാക്കൾ, മുത്തഅല്ലിം സുഹൃത്തുക്കൾ, സഹോദരന്മാരെ, സഹോദരികളെ, മറ്റു ഇതര മതവിശ്വാസികൾക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ വിജയാഭിവാദ്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ അനുഗ്രഹീത സംഗമത്തെ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. മഹാനായ CMരുടെ മദദ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയൊക്കെ സ്നേഹിക്കുന്ന കാരണത്താൽ രണ്ട് ലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാന്യനായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒന്ന് രണ്ടാളുകളുടെ പ്രഭാഷണത്തിന് ശേഷമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചത് കൊണ്ടാണ് ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മഹാരഥന്മാരായ ആളുകളോടുള്ള നമ്മുടെ സ്നേഹം, ബന്ധം, അത് ഈ ഭൗതിക ലോകത്തുള്ള നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുക എന്നതിലുപരിയായി പാരത്രിക ലോകത്ത് അവരെയൊക്കെ സ്നേഹിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള അതിയായ ആഗ്രഹമാണ് നമ്മൾ ഓരോരുത്തരിലുമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്: നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോട് കൂടെയായിരിക്കും നാളെ എന്ന് ആ പ്രഖ്യാപനത്തെ ശിരസാവഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുള്ള മഹാരഥന്മാരായ ആളുകളെ, അത് മഹത്തുക്കളായ ഔലിയാക്കൾ, മഹാന്മാരായ സാദാത്യങ്ങൾ, മഹാരഥന്മാരായ ആലിമീങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ സ്നേഹിക്കുന്നതിൻ്റെ അടിസ്ഥാനമെന്നത് ഈ ലോകത്തുള്ള നമ്മുടെ താൽക്കാലികമായ വിജയങ്ങൾക്കപ്പുറം പാരത്രിക ലോകത്തുള്ള സുരക്ഷിതമായിട്ടുള്ള നമ്മുടെ നിർണായകമായിട്ടുള്ള വിജയത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഈ മഹാന്മാരോടൊക്കെ നമ്മൾ സ്നേഹം കാണിക്കുന്നത്. അള്ളാഹു സ്നേഹിച്ച ആളുകളെ സ്നേഹിക്കുക എന്നത് നമ്മുടെ ഈമാൻ വർദ്ധിക്കുവാനുള്ള കാരണം കൂടിയാണ്. ഈമാൻ വർദ്ധിക്കുവാനുള്ള വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ
അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിൽ മർമ്മപ്രധാനമായി പറയുന്ന ഒരു ഭാഗം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടവരെ അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി സ്നേഹിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തെ പറ്റി പറഞ്ഞപ്പോൾ ലാ യുഅ്മിനു അഹദുക്കും അത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മറ്റു എല്ലാവരെക്കാളും സ്നേഹമുണ്ടാകുന്നത് വരെ സ്വന്തം ശരീരത്തെക്കാൾ ഉണ്ടാകണം, നമ്മളെ പ്രസവിച്ച മാതാവിനേക്കാൾ ഉണ്ടാകണം, വളരെ ത്യാഗം ചെയ്ത് നമ്മളെ പരിപാലിക്കുന്ന നമ്മളെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന മഹാന്മാരായ നമ്മുടെ മാതാപിതാക്കളെക്കാളും എല്ലാവരെക്കായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈമാനിന്റെ പരിപൂർണ്ണത സംഭവിക്കുക എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ നഫ്സ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഞാൻ സ്നേഹിക്കുന്നത് നബിയെ അങ്ങനെയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒരു തിരുത്ത് പറഞ്ഞു, പോരാ, നിന്റെ സ്വന്തം ശരീരത്തിനേക്കാൾ, നിങ്ങളുടെ ശരീരത്തിനേക്കാൾ എന്നെ സ്നേഹിക്കുമ്പോഴാണ് ഉമറേ നിങ്ങളുടെ ഈമാനിന് കമാലിയത്തുണ്ടാകുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം ഉൾപ്പെടെയുള്ള അതിനോടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന സ്നേഹമാണ്. അള്ളാഹുവിന്റെ മഹാരഥന്മാരായ ഔലിയാക്കന്മാരോട് നമ്മൾ കാണിക്കുന്ന സ്നേഹത്തിന്റെ അസ്ലി എന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ്. അതുപോലെ മഹാരഥന്മാരായ ആലിമീങ്ങളോടുള്ള നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധന്മാരായ ഔലിയാക്കന്മാരോടും മഹത്തുക്കളോടുമൊക്കെയുള്ള സ്നേഹം എന്ന് പറയുന്നത്, ആ സ്നേഹത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിച്ചേരുന്ന സ്നേഹമാണ്. ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ ആളുകളെ സ്നേഹിക്കണം, ആദരിക്കണമെന്ന് നമ്മളെയൊക്കെ പഠിപ്പിച്ചത് വലിയ മഹാപാണ്ഡിത്യത്തിന്റെ ഉടമകളായ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലുമായി തങ്ങളെ പോലെയുള്ള മഹാനായ റഈസ് മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള മഹത്തുക്കളായ ആളുകൾ ഇവരോടൊക്കെ കാണിച്ച സ്നേഹത്തെ ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ പാണ്ഡിത്യമുള്ള മഹാരഥന്മാരായ ആളുകൾ സി.എം. വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാരഥന്മാരായ ആളുകളോട് കാണിച്ചിട്ടുള്ള സ്നേഹം. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലുമായി തങ്ങൾ പാറപ്പള്ളിയിൽ സിയാറത്തിന് പോകുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അവിടെ ഏറ്റവും തായ് ഭാഗത്ത് അടിയിലെത്തുമ്പോൾ തന്നെ ചെരുപ്പടിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾ അങ്ങോട്ട് കയറി ചെല്ലാറുള്ളത്. ഈ രീതിയിലാണ് മഹാരഥന്മാരായ ആളുകളോട്, അള്ളാഹുവിനോട് ഏറ്റവും ബന്ധപ്പെട്ട് കഴിയുന്ന ശൈഖുന ശംസുലുമയെ പോലെയുള്ള മഹത്തുക്കളായ ഔലിയാക്കൾ, ആലിമീങ്ങളൊക്കെ സ്നേഹം കാണിച്ചത്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് ഇവിടെ നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ട മാഷ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ മഹാന്മാരായ ആളുകളുടെ മഖാമിൽ വന്ന് നടക്കുന്ന ചില നീചമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കന്മാരെ മറയാക്കി, അല്ലെങ്കിൽ അവരുടെ മസാറുകൾ മറയാക്കി ഇങ്ങനെയൊക്കെ ചില ആളുകൾ നടത്തുന്ന പേക്കൂത്തുകൾ, വേണ്ടാത്തരങ്ങൾ, അതിനോടൊന്നും ഇസ്ലാം ഒരിക്കലും തന്നെ പൊരുത്തപ്പെടുന്നില്ല. ഇസ്ലാമികമായി അങ്ങനെയുള്ള ഒരു നിലപാടുകളോടും ഇസ്ലാം ഒരിക്കലും തന്നെ സന്ധിയാകാത്ത കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ മദന്നെ മഖാമുകളോടനുബന്ധിച്ച് നടക്കുന്ന ചില പ്രവണതകളെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിരൂപണം നടത്തിയിട്ടുണ്ട്. ചില മഖാമുകളിലൊക്കെ നേർച്ചയുടെ പേര് പറഞ്ഞ് ആനകളെയും മറ്റുമൊക്കെ കൊണ്ടുവന്നുകൊണ്ട് നടക്കുന്ന ചില പ്രവണതകളെ കർശനമായി നമ്മുടെ മഹാരഥന്മാരായ ആളുകൾ കർശനമായി അത് നിരോധിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ മഖാമിൽ വന്നുകൊണ്ട് സിയാറത്ത് ചെയ്യുക മാത്രമല്ല, ഇവിടെ വരുന്നത്, ഇവിടെ വന്നാൽ നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ സമീപനങ്ങളൊക്കെ നന്നാകുമ്പോഴാണ് അവരോടുള്ള സ്നേഹത്തെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. ആ രൂപത്തിൽ അല്ലാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കന്മാരെ ആദരിക്കുവാനും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്ത് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥന നിർവഹിക്കേണ്ട സാഹചര്യമാണ്. നമുക്കറിയാം, പശ്ചിമേഷ്യയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം, അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്ന് ലോകം മുഴുവനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നമ്മുടെ ഒരുപാട് ഹോട്ടലുകൾ, നമ്മുടെ വീട്ടങ്ങളിലേക്ക് വരെ ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആത്മാർത്ഥമായ മനസ്സോടുകൂടെ
അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇത്തരത്തിലുള്ള മജ്‌ലിസുകളൊക്കെ വെച്ച് ദുആ ചെയ്യുക എന്നതാണ് മർമ്മപ്രധാനം. ആ പ്രാർത്ഥനയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരായ ഔലിയാക്കളുടെ മഹത്തുക്കളുടെ ഹഖ്ജാൽ ബർക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു തആല പരിപൂർണമായ പരിഹാരങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട മഹാന്മാരെ അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി സ്നേഹിക്കുവാനും അതിലൂടെ സ്വർഗ്ഗം കരസ്ഥമാക്കാനും സർവശക്തനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ഇങ്ങനെ അവസരം നൽകുന്ന സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മുസീക്കും ബിദ്ദുആ വ ആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.